നീ ബാഗ് എടുത്ത് പെട്ടെന്ന് റെഡിയാവും. നാളെ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ബാങ്കുകാരുടെ കംപ്ലൈൻറ്റിൽ ഇപ്പം തന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നീ വേഗം റെഡിയാവും നോക്ക്. ഇനിയാണ് അനന്തരാമൻ്റെ പ്രണയ ജീവിതം തുടങ്ങുന്നത്. നിങ്ങൾ പറഞ്ഞ അടിമുടി ആനന്ദം നിറഞ്ഞ പ്രണയ ജീവിതം. ഈശ്വര, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പെട്ടെന്ന് പോരേണ്ടി വന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. ഹലോ, ഇസീൻ, ഹംദല്ല, മാലിസ് മുദീർ, ഐവ. നീ ആരെയാ പേടിക്കുന്നേ? എന്താ പ്രശ്നം? നമ്മുടെ ചാനല് നാട്ടിൽ കിട്ടില്ലേ ഏട്ടാ? കിട്ടും, നല്ലോണം കാശറിയണം. ആദ്യം അവിടെ ഒന്ന് പച്ച പിടിക്കട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാലോ. പാർക്കുട്ടിയെ, ഓ അച്ഛൻ വന്നെന്റെ ഒരു ഇളക്കം. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. വാ. ഹലോ, അല്ല, ഞാൻ പറയുന്നത് എനിക്കൊരു 2 ആഴ്ച സമയം കിട്ടിയാൽ മതി. ചേട്ടൻ പറഞ്ഞ ഞങ്ങ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങാട്ടെങ്ങാണ്ട് മാറി ഇടാപ്പ. എന്റെ കയ്യിൽ ഇനി ഇതേ ബാക്കിയുള്ളൂ. കാശി ഒതിച്ചിനി ആൾക്കാർ ഇവിടെ വരരുത്. ചാനൽ തുടങ്ങാൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന്റെ നോട്ടീസ്. നിതീഷിനെ വിളിച്ചിരുന്നു. നാളെ മുതൽ ഞാൻ ചാനൽ ജോയിൻ ചെയ്യാം. കഴിക്കടാ. മോനെ ഒരു കട്ടൻ. എടാ, തൽക്കാലം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കെ. കളമശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. നിങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറി. രേവതി പുതിയ ചാനൽ ജോയിൻ ചെയ്യല്ലേ, അത് അവൾക്കൊരു സൗകര്യമാവുമല്ലോ. ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് നിന്നെ മാത്രം ബാധിച്ച കാര്യമൊന്നുമല്ല. നീ സമാധാനമായിട്ടിരിക്കെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നാളെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. ഇറാൻ ആണവ ചർച്ച കാലാവധി നീട്ടി. വാർത്തകൾ വിശദമായി. ഈജിപ്തിലെ സിനായിയിൽ തീവ്രവാദി ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു.
ഈജിപ്തിലെ വടക്കൻ അച്ഛാ, ദേ അമ്മ. പോലീസ് സ്റ്റേഷനുകൾക്കും നേരെയുണ്ടായ വൻ ആക്രമണത്തിൽ നീ പാല് തുടങ്ങി. പ്രവിശ്യയിലെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ആക്രമണം. ആ, വാ, വാ, 70 വാ. അംഗ സംഘമാണ് അച്ഛൻ്റെ വാ, ആക്രമണം കുട്ടി, വാ. നടത്തിയത്. വാ. ഏറ്റുമുട്ടലിൽ 22 അക്രമികളും കൊല്ലപ്പെട്ടു. രാത്രി വൈകിയും ഏറ്റുമുട്ടൽ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. ഹലോ, അത് സൈമ, ഞാൻ ഒരു അവധിയും കൂടെ തരാം. ഒടുക്കത്തെ അവധി. മറ്റന്നാൾ എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ അനന്തൻ സാറേ, പിന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ഈ മുഖമായിരിക്കില്ല. സമയം തീർന്നിട്ടും ആണവ തർക്ക പരിഹാര കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇറാനും വൻ ശക്തികളും തമ്മിലുള്ള ചർച്ച നീട്ടിവെച്ചു. സമഗ്ര അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ദെൻ സീ യു. ഞാനിപ്പോൾ എന്താ പറയുക, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ റോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒക്കെ ശരിയാവും. ഓക്കെ. ഓർത്തു നമ്മൾ മറന്നു കാലം, ഈറുത്തിൽ ഈ കൈകളാലൊരു പൂവിതൾ പോലും വീണ്ടും എന്തിനെടുത്തു തന്നേരായുധങ്ങൾ നീയും കൊന്നു തിന്നുകയെന്നു ചൂണ്ടി തേരു നീങ്ങുകയാണോ, തേരു നീങ്ങുകയാണോ മായ സകരമേ. എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ എൻ്റെ സിം മാറ്റി. ഇതാ പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്ത് ചെയ്യണം അതുകൂടി പറ. എന്റെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കടങ്ങളൊന്നും കാലക്കേട്. അവിടുത്തെ ബാങ്കിലെ ലോണൊക്കെ ഒരു സമാധാനമുണ്ട്. ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ടൈം ഫിക്സ് ചെയ്ത് പതുക്കെ അടച്ചു തീർത്താൽ മതി. പക്ഷെ ഇവിടുത്തെ പ്ലേറ്റുകാരുടെ പ്രശ്നമാണ്. അതൊന്ന് ഒതുങ്ങി കിട്ടിയ തലയൊന്ന് നേരെ നിൽക്കുമായിരുന്നു. അതെ, പിന്നെ വല്ല ചാനലിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കാം. പക്ഷെ ബ്ലേഡുകാർക്ക് കൊടുക്കേണ്ട ഒരു 10 ലക്ഷം രൂപ അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടിയേ പറ്റും. അതിനിപ്പോൾ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ. പിള്ളേരുടെ പേരിൽ എന്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന മണ്ണ് വിൽക്കണം അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല. അണ്ണ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞല്ല. 5 കൊല്ലം പ്രണയിച്ച് കെട്ടിയതാണ് ഞാൻ അവളെ. നിങ്ങൾക്കറിയോ, ഗൾഫിൽ ചാനൽ തുടങ്ങാൻ നെട്ടോട്ട് ഓടുമ്പോൾ ഞാൻ പൈപ്പ് വെള്ളമാണ് കുടിച്ചിട്ടുള്ളത്. മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൂല. അതിൻ്റെ കാശ് പോലും മിച്ചം വെച്ച് ഞാൻ ഇവ കഴിച്ചു കൊടുക്കും. എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കാത്ത ഒരു ലക്ഷ്വറി എനിക്ക് വേണ്ട. എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പക്ഷെ അവളത് മനസ്സിലാക്കിയില്ല. അണ്ണാ, എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പൊ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഈ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചുണ്ടാക്കാം. അതിനാണ് ഞാൻ അവളുടെ കാല് പിടിച്ചത്. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. തെറ്റിതെനിക്കാണ്. ഇന്നലെ വരെ ജീവിച്ചത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മക്കം വേണ്ടിയാണ്. അവിടെയാണ് തെറ്റിയത്. അണ്ണാ, നിങ്ങളിടയ്ക്ക് ചോദിച്ചല്ലോ ഞാൻ ഈ ഫോണിങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എന്തിനാണെന്ന്. പുതിയ സിമ്മാണ്. ഈ ഫോണിൻ്റെ നമ്പർ എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ വീട് വിട്ട് ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ 2 പകലും 2 രാത്രിയും കഴിയുന്നു. ഇതുവരെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനെങ്കിലും ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവത്തില്ല. അവളുടെ ഒരു വിളിയോ ഒരു മെസ്സേജോ അത് വന്ന ഉടനെ ഞാൻ തിരികെ പോവും. പക്ഷെ അവള് വിളിക്കില്ല. അതാണ് പെണ്ണ്. ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ?
ഞാൻ കൊല്ലട്ടെ. ഞാൻ അടിച്ചു, അണ്ണ ഫിറ്റായി. അയ്യോ അണ്ണാ, അണ്ണ അണ്ണൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെ, ഓ എന്താണ് സാർ? താൻ നാളെ എൻ്റെ കൂടെ വരുന്നോ? ഒരു ദിവസം അസോസിയേറ്റ് ആർക്കിടെക്റ്റായിട്ട് എൻ്റെ കൂടെ നിന്നാ ചിലപ്പോൾ അത്യാവശ്യം തൻ്റെ കടം വീട്ടാനുള്ള പൈസ എനിക്ക് തരാൻ പറ്റും. നിങ്ങളെ പൈസയൊന്നും എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ വരും. കാരണം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങള് കൊള്ളാം.